ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്, നല്ലോണം എൻജോയ് ചെയ്തു, നല്ല അടിച്ചുപൊളിയായിട്ട് തന്നെ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ട്രാക്കിലോട്ട് സെക്കൻഡ് ഹാഫിലാണ് സ്റ്റോറി ഇരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം പുള്ളീന് ഇങ്ങനത്തെ ഒരു ഫുൾ ഫ്ലഡ്ജ് കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. ദിലീപേട്ടൻ്റെ ഒരു ആവേശം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നല്ല രസമുള്ള സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും, പിന്നെ ഫൈറ്റിൻ്റെ ഇടയിൽ വന്ന പാട്ടുകളാണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയേക്കുന്നത്. ട്രെയിലറിൽ അതെ അതെ, അത് ഈ ടാഗ് ലൈൻ സൂചിക്കുന്ന പോലെ തന്നെ നോ ലോജിക് ഫുൾ മാഡ്നസ്. ഇങ്ങനത്തെ ഒരു കഥ നടക്കുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ആ ഒരു സെൻസിൽ കണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കീറി മുറിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നമുക്ക് ലോജിക്ക് നോക്കി ഇപ്പം കഥ നോക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഒരു ലോജിക്കും ഇല്ലാണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും, അതായത് ഫാമിലിക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും യൂത്തിനാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആഘോഷിക്കാൻ പറ്റും. അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് കിട്ടിയേക്കുന്നത്. എന്ത് വന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കംബാക്ക് എന്ന് പറയുന്നില്ല, കംബാക്ക് എന്ന് പറയാണ്ട് ആളെവിടെ തിരിച്ചു പോയിട്ടില്ലല്ലോ, ആൾ ഇവിടെ തന്നെ ഉണ്ട്. കുറച്ച് നാൾ ചില സിനിമകൾ മോശമായി, ചിലപ്പോൾ ആളുടെ സ്ക്രിപ്റ്റിൻ്റെ സെലക്ഷൻ ആകാം, ബട്ട് ആളിവിടെ തന്നെ ഉണ്ട്. ജനപ്രിയ നായകൻ അന്നും നമുക്ക് ഒരാൾക്കല്ലേ പേര് കൊടുത്തിട്ടുള്ളൂ. അതിന് മേളിലോട്ട് വെക്കാനോ മറ്റൊരാൾ ഇന്ന് വരെ മലയാള സിനിമയിൽ വന്നിട്ടില്ല, ഇങ്ങോട്ട് വരികയില്ല. ആളെങ്ങും പോയിട്ടില്ല, ആൾ ഇവിടെ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ലല്ലോ. സെക്കൻഡ് ഹാഫിന് കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു രീതിക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ക്രിസ്മസിന് കിട്ടുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്, എല്ലാം നല്ല സിനിമയാവട്ടെ. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കംബാക്കാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്റർ കംബാക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തിയേറ്ററിൽ കിട്ടിയേക്കുന്നത്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പടം.